യുക്രൈന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച അലസിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. കിഴക്കൻ യുക്രൈനിലെ ഡൊണസ്റ്റിക് മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളായ ബല്ലാസ്ഡെയും സ്കുട്നിക്കിലും റഷ്യ കീഴടക്കി കഴിഞ്ഞുവെന്നാണ് വിവരം. വൈറ്റ് ഹൌസിലെ തർക്കത്തിന് പിന്നാലെ സെലൻസ്കി ഇപ്പോൾ ബ്രിട്ടനിലാണുള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീ സ്റ്റാർമർ സ്നേഹചുംബനം നൽകിയാണ് സെലൻസ്കിയെ ബ്രിട്ടനിലേക്ക് സ്വീകരിച്ചത്. ട്രംപിനോട് നേരിട്ട് സംസാരിച്ചു. ട്രംപ് പറഞ്ഞ കാര്യങ്ങളെ എതിർത്തു എന്നത് യൂറോപ്യൻ യൂണിയന് മുന്നിൽ സെലൻസ്കിക്ക് വലിയ വീരപരിവേഷം നൽകിയെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി സെലൻസ്കിയുടെ പ്രസ്താവന മിനറൽ എഗ്രിമെന്റ്, അതായത് ധാതു സമ്പത്തുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാമെന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് അംഗീകരിച്ചാൽ തങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ സെലൻസ്കി യുഎസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ വീണ്ടും യുക്രൈനിൽ ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ചില നിലപാട് മാറ്റങ്ങൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇരുവരും തമ്മിലുള്ള ചർച്ച ട്രംപിനെ വല്ലാതെ പ്രകോപിതനാക്കിയിരുന്നു. നാറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള യുക്രൈന്റെ ഒരു നീക്കത്തെയും പിന്തുണയ്ക്കുകയില്ലെന്നാണ് ട്രംപ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനും ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. കാരണം ഇനിയും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈന്റെ നാറ്റോ അംഗത്വത്തെ പിന്തുണച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുന്നോടിയായി നാറ്റോയ്ക്കുള്ള സഹായം ഏകദേശം 22% നാറ്റോയുടെ ഫണ്ടും US നൽകുന്നതുമാണ്. കോടിക്കണക്കിന് ഡോളർ തുക നാറ്റോയ്ക്ക് വർഷങ്ങളായി US സഹായമുണ്ട്. 32 അംഗരാജ്യങ്ങളിൽ 22% പണം നൽകുന്ന US ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാറ്റോയുടെ നിലനിൽപ്പ് തന്നെ US ആശ്രയിച്ചാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പണം US നൽകില്ല എന്ന് തീരുമാനിച്ചാൽ നാറ്റോയ്ക്ക് വലിയ തിരിച്ചടിയാകുകയും ചെയ്യും. പക്ഷേ അപ്പോഴും യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും നേരത്തെ പറഞ്ഞ പോലെ സെലൻസ്കിക്ക് വലിയ തോതിലുള്ള വീരപരിവേഷം ലഭിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ബ്രിട്ടനിൽ പറന്നിറങ്ങിയ സെലൻസ്കിയെ ബ്രിട്ടീഷ് പ്രസിഡന്റ് തന്നെ സ്വീകരിക്കുന്ന പശ്ചാത്തലം പ്രധാനമന്ത്രിയും സ്വീകരിക്കുന്ന സാഹചര്യം വളരെ പ്രധാനമായി മാറി. അവിടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. തുടർന്ന് ബ്രിട്ടനിൽ നിന്നും ചില സാമ്പത്തിക സഹായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന കരാർ സെലൻസ്കി ഒപ്പിട്ടുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം ബ്രിട്ടനിലുള്ള റഷ്യയുടെ കോടിക്കണക്കിന് ഡോളറുകളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും അത് യുക്രൈന് കൈമാറുമെന്ന നിർദ്ദേശം കൂടി ബ്രിട്ടൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഹൌസ് തർക്കത്തിന് ശേഷം യുക്രൈനിലെ സാഹചര്യം ഒട്ടും സുഖകരമല്ല എന്നാണ് അറിയുന്നത്. സെലൻസ്കിയുടെ ചില ചുവടുമാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ ട്രംപ് ഏതു വിധത്തിൽ ഇത്തരം സംഗതികളോട് വഴങ്ങുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.